PSC പരീക്ഷയിൽ ഇനി ഉറപ്പായും ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ വിത്ത് എക്സ്പ്ലനേഷൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? അത് കഴ്സൺ പ്രഭു ആണ്. കഴ്സൺ പ്രഭു 1905 ഒക്ടോബർ 16 അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയത്. വിഭജനം കൊണ്ടുണ്ടാക്കിയ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ തുടർന്ന് പശ്ചിമ പൂർവ്വ ബംഗാളുകൾ 1911 വീണ്ടും ഒരുമിപ്പിച്ചു. അതായത് 1905 ഒക്ടോബർ 16 എന്ത് ചെയ്തു? കഴ്സൺ പ്രഭു വിഭജിച്ച ബംഗാൾ പിന്നീട് ഈ വിഭജനത്തിന് ശേഷം വലിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അത് 1911 വീണ്ടും ഒരുമിപ്പിച്ചു. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. അപ്പോൾ ആരാണ്, ഏത് പ്രഭുവാണ് അല്ലെങ്കിൽ ഏത് ലോർഡാണ് അല്ലെങ്കിൽ ഏത് വൈസ്രോയിയാണ് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വ്യക്തി എന്ന് ചോദിച്ചാൽ കഴ്സൺ പ്രഭുവാണ്. അപ്പോൾ സർവകലാശാല പരിഷ്കരണ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി കഴ്സണാണ്. അപ്പോൾ സർവകലാശാല പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചതും കഴ്സണാണ്. ഈ ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസ്സാക്കിയ വൈസ്രോയും കഴ്സണാണ്. കഴ്സൺ പ്രഭുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? എല്ലാവർക്കും അറിയായിരിക്കും, രവീന്ദ്രനാഥ് ടാഗോറാണ്. പശ്ചിമ ബംഗാളിലെ ശാന്തിനികേതനിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രീയ പൊതു സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. 1921 ഡിസംബർ 23 ഈ സർവകലാശാല പ്രവർത്തനം തുടങ്ങിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വിശ്വഭാരതി സർവകലാശാലയുടെ ചാൻസലർ. രാജ്യാന്തര സാഹോദര്യത്തിന് ഊന്നൽ നൽകിയ വിശ്വഭാരതി സർവകലാശാലയിലൂടെ പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് ടാഗോർ ലക്ഷ്യമിട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ബംഗാൾ നേറ്റീവ് ഇൻഫാൻട്രിയിലെ 34ാമത്തെ റെജിമെൻറ്റിൽ ശിപ്പായി ആയിരുന്നു മംഗൾ പാണ്ഡെ. 1849 22-ാം വയസ്സിൽ മംഗൾ പാണ്ഡെ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയിൽ ചേർന്നു. 4ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ 5ാം കമ്പനിയിലാണ് മംഗൾ പാണ്ഡെ ശിപ്പായിയായി പ്രവർത്തിച്ചത്. സാധാരണ ശിപ്പായി ആയിരുന്ന മംഗൾ പാണ്ഡെ പിൻകാലത്ത് ശിപ്പായി ലഹള എന്നറിയപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്യം മുഴുവൻ അറിയപ്പെടാൻ തുടങ്ങി. 1857 നടന്ന ഈ ലഹള ഇന്ത്യയുടെ സ്വതന്ത്ര സമരത്തിൻ്റെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു. മതവിശ്വാസങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നയങ്ങളിൽ മംഗൾ പാണ്ഡെ പ്രതിഷേധിച്ചതാണ് ഈ സമരത്തിൻ്റെ മൂലകാരണം. അപ്പോൾ ശിപ്പായി മ്യൂട്ടണി അല്ലെങ്കിൽ 1857 റിവോൾട്ടിനെ ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നുണ്ട്. അതിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1939 ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കുന്നത്. 1939 ദില്ലി ചലോ എന്ന സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രസിദ്ധ മുദ്രാവാക്യമാണ്. ദില്ലി ചലോ എന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രസിദ്ധമായ ഒരു മുദ്രാവാക്യമാണ്. നേതാജി എന്നാണ് അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നത്. തുടർച്ചയായി 2 തവണ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട്. 1943 ജൂലൈ 4 സിംഗപ്പൂരിലെ കാദേഗാളിൽ വെച്ച് റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസിന് കൈമാറിയപ്പം അടുത്ത ദിവസം, അതായത് ജൂലൈ 5 ആസാദ് ഹിന്ദ് ഫൗജ് അഥവാ ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA രൂപീകരിച്ച വിവരം നേതാജി ലോകത്തെ അറിയിച്ചപ്പോൾ 1943 ജൂലൈ 5 INA അഥവാ ഇന്റർനാഷണൽ ആർമി അഥവാ ആസാദ് ഹിന്ദ് ഫൗജ് രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര സമരകാലത്ത് ആദ്യം രൂപം നൽകിയ ത്രിവർണ പതാകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താമരകളുടെ എണ്ണം എത്രയാണ്? എത്രയാണെന്ന് വെച്ചാൽ 8 സ്വദേശി സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ ഉപയോഗിച്ചിരുന്ന ചിഹ്നങ്ങൾ 8 താമരയും 1 അർദ്ധചന്ദ്രനുമായിരുന്നു. 8 താമരകൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഈ 8 താമരകളും ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രൊവിൻസസിനെ അല്ലെങ്കിൽ പ്രവിശ്യകളെയാണ് പ്രതിനിധീകരിച്ചത്. അർദ്ധചന്ദ്രൻ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകമായിരുന്നു.
ഏറ്റവും താഴെയുള്ള ഖണ്ഡത്തിൽ സൂര്യൻ്റെ ചിത്രത്തോടൊപ്പം ചന്ദ്രകലയും ദേവനാഗരി ലിപിയിൽ വന്ദേ മാതരമെന്നും ഏറ്റവും മുകൾ ഭാഗത്തെ ഖണ്ഡത്തിൽ പാതി വിടർന്ന 8 താമരപ്പൂക്കളും ആദ്യ ത്രിവർണ്ണ പതാകയിൽ ആലേഖനം ചെയ്തിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ മുഖ്യ കാരണം എന്താണ്? പ്ലേഗ് ബോണസ് ആണ്. പ്ലേഗ് ബോണസ് 1917 പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 1918 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഗുജറാത്തിലെ തുണിമിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ തർക്കം ഉടലെടുക്കുകയായിരുന്നു. മിൽ ഉടമകൾ പ്ലേഗ് ബോണസ് പിൻവലിക്കാൻ ശ്രമം ആരംഭിച്ചപ്പോൾ തൊഴിലാളികൾ 50% ശമ്പള വർധന ആവശ്യപ്പെട്ടതാണ് ഈ സമരത്തിനു കാരണം. ഗാന്ധിയുടെ ഉപവാസത്തെ തുടർന്ന് അധികാരികൾ ശമ്പള വർധനയ്ക്കു സമ്മതിക്കുകയും സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. ഗാന്ധിജി ഇന്ത്യയിൽ നിരാഹാരമനുഷ്ഠിച്ച ആദ്യ സമരമാണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സമരം ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യ അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ്. അത് 1918 അടുത്ത ക്വസ്റ്റ്യൻ, ബ്രഹ്മസമാജം സ്ഥാപിച്ചതാര്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ രംഗത്ത് രാജാറാം മോഹൻ റോയ് വഹിച്ച പങ്ക്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായി പ്രവർത്തിച്ചു. ജാതി വ്യവസ്ഥയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്തു. ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം ആര് പ്രചരിപ്പിച്ചു? രാജാറാം മോഹൻ റോയ് പ്രചരിപ്പിച്ചു. രാഷ്ട്രത്തിൻ്റെ ഐക്യം സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ലക്ഷ്യമാക്കി സ്ത്രീകളുടെ പദവി ഉയർത്താനായി അദ്ദേഹം പ്രവർത്തിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യയാണ്. ക്വിറ്റ് ഇന്ത്യ ഇന്ത്യൻ സ്വതന്ത്ര സമര ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യൻ സമരം അഥവാ ഓഗസ്റ്റ് വിപ്ലവം എന്നും ഇതിന് പേരുണ്ട്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യൻ സമരത്തിന് മറ്റൊരു പേരാണ് ഓഗസ്റ്റ് വിപ്ലവം. 1942 മാർച്ച് 1 ഗാന്ധിജി ഹരിജൻ വാരികയിൽ എഴുതിയ ലേഖനത്തിൽ ബ്രിട്ടനോട് ഇന്ത്യ വിടാൻ ആഹ്വാനം ചെയ്തതോടെ ക്വിറ്റ് ഇന്ത്യൻ സമരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്ന് പറയാം. 1942 ജൂലൈ 6 മുതൽ 14 വരെ വാർധനയിൽ യോഗം ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തക സമിതി ബഹുജന പ്രക്ഷോഭം ആരംഭിക്കേണ്ടതിനെക്കുറിച്ചും ചർച്ച ചെയ്ത പ്രമേയം അംഗീകരിച്ചു. അതനുസരിച്ച് 1942 ഓഗസ്റ്റ് 7-8 തീയതികളിൽ ബോംബെയിലെ മലബാർ ഹില്ലിൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേർന്നു. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഈ യോഗത്തിൽ ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിടാൻ ആവശ്യപ്പെടുന്ന ക്വിറ്റ് ഇന്ത്യ പ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുകയും സർദാർ വല്ലഭായ് പട്ടേൽ പിന്താങ്ങുകയും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1929 ഈ ഒരു ലാഹോർ സെക്ഷൻ നടക്കുന്നത്. 1929 ജവഹർലാൽ നെഹ്റു പ്രസിഡൻ്റായിരിക്കെ ലാഹോറിൽ ചേർന്ന ഒരു സമ്മേളനമാണ് കോൺഗ്രസിൻ്റെ ചരിത്രത്തിലൊരു സുപ്രധാന നാഴികക്കല്ലാണ്. ഈ സമ്മേളനത്തിൽ ഇനി പറയുന്ന തീരുമാനങ്ങൾ അവർ കൈക്കൊണ്ടു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു. അപ്പോൾ 1929 ലാഹോർ സെക്ഷനിലാണ് ഈ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യമാണെന്ന് അംഗീകരിച്ചൊരു അല്ലെങ്കിൽ പ്രഖ്യാപിച്ചൊരു സമ്മേളനമാണ് 1929 ലാഹോർ സെക്ഷൻ. ഗാന്ധിയുടെ നേതൃത്വത്തിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ഈ ഒരു സെക്ഷനിലാണ്. ലോകത്തെ ഏറ്റവും പഴയതും വലുതുമായ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. 1885 ബ്രിട്ടീഷ് ഭരണകാലത്ത് അലൻ ഒക്ടോവിയൻ ഹ്യൂം അല്ലെങ്കിൽ A.O. ഹ്യൂം, ദാദാഭായ് നവറോജി, ദിൻഷാ എദുൽജി വാജ ഇവർ ചേർന്നാണ് കോൺഗ്രസിന് രൂപം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കമായത് എവിടെയാണ്? മീററ്റിലാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 ഒരു വിപ്ലവമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മംഗൾ പാണ്ഡെ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ആദ്യത്തെ രക്തസാക്ഷിയായ 1887 ശിപ്പായിമാർ അല്ലെങ്കിൽ ഒരു കൂട്ടം സൈനികർ നടത്തിയ കലാപത്തെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പിന്നീട് അറിയപ്പെട്ടത്.
ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കമായ ദിവസം 1857 മെയ് 10 മെയ് 10 മീററ്റിൽ നിന്ന് ഈ ഒരു ശിപ്പായി മ്യൂട്ടണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങിയത് മീററ്റിലെ ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഈ മീററ്റ് ഉത്തർപ്രദേശിലാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയുമാണ്. ഡേവിൾസ് വിൻസ് അഥവാ ചെകുത്താൻ്റെ കാറ്റെന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഈ 1857 വിപ്ലവത്തെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രാദേശിക നേതാവ് ആരാണ്? രാജ്കുമാർ ശുക്ലയാണ്. രാജ്കുമാർ ശുക്ല. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നയിച്ച ആദ്യ സമരമാണ് 1917 ചമ്പാരനിലെ നിലം കർഷക സമരം. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം ഏതാണെന്ന് ചോദിച്ചാൽ 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. എന്നാൽ ആദ്യമായി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം എന്ന് വെച്ചാൽ അത് 1918 അഹമ്മദാബാദ് തൂങ്ങി ബില്ല്, ആ ഒരു സമരമാണ് നേരത്തെ പ്ലേഗ് ബോണസുമായിട്ട് ബേസ് ചെയ്തുള്ള. 1917 ചമ്പാരൻ അല്ലെ നീലം കർഷക സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സമരം. കർഷക സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ രാജ്കുമാർ ശുക്ല 1916 ലക്നൗ കോൺഗ്രസ്സിന് സമ്മേളനത്തിൽ ചെന്നപ്പോഴാണ് ഗാന്ധിജിയെ കണ്ടതും അദ്ദേഹത്തെ ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് ക്ഷണിച്ചതും. 2017 100-ാം വാർഷികം ആഘോഷിച്ച ഗാന്ധിയുടെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അപ്പം ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ 100-ാം വാർഷികം ആഘോഷിച്ചത് 2017. അടുത്ത ക്വസ്റ്റ്യൻ, ലിട്ടൺ പ്രഭു പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വർഷം ഏതാണ്? ലിട്ടൺ പ്രഭു പ്രാദേശിക പത്ര നിയമം നടപ്പിലാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ 1878. 1878 ആ പ്രാദേശിക നിയമം പ്രാദേശിക ഭാഷ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. 1878 നടപ്പിലാക്കിയത്. വർത്തമാന പത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കി ബ്രിട്ടീഷ് ഗവൺമെൻറ് അവയെ നിയന്ത്രിക്കാൻ പല ശ്രമങ്ങളും നടത്തി. അതിൽ പ്രധാനപ്പെട്ടതാണ് 1878 ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ പ്രാദേശിക പത്ര നിയമം. അതായത് നമുക്കറിയാം, ഇവിടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പിന്നീട് ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാധ്യമമായിരുന്നു പത്രങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് അതൊരു തലവേദനയായി മാറാതിരിക്കാനാണ് 1878 ലിട്ടൺ പ്രഭു നടപ്പിലാക്കി ഈ ഒരു പ്രാദേശിക പത്ര നിയമം. അതായത് ഈ പത്രങ്ങളെ കണ്ടുകെട്ടുന്ന രീതിയാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത്. ഈ നിയമത്തിലൂടെ പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വന്നതിനെ തുടർന്ന് ഗവൺമെൻറ് ഈ നിയമം പിൻവലിച്ചു. അപ്പോൾ ബ്രിട്ടീഷേഴ്സിന് എതിരെ എഴുതുന്ന പത്രങ്ങളൊക്കെ കർശനമായി വിമർശിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ആ പ്രസിദ്ധീകരണങ്ങൾ തടയാൻ തുടങ്ങി. ആ ഒരു നിയമത്തെയാണ് ഈ പ്രാദേശിക പത്ര നിയമം എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായി. അതോടെ ഈ ഒരു നിയമം പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. പ്രാദേശിക പത്ര നിയമം പിൻവലിച്ച വൈസ്രോയാണ് റിപ്പൺ പ്രഭു. അപ്പം ലിട്ടൺ പ്രഭു കൊണ്ടുവന്ന പ്രാദേശിക പത്ര നിയമം പിൻവലിക്കുന്നത് റിപ്പൺ പ്രഭുവാണ്. ലിട്ടൺ കൊണ്ടുവന്നത് റിപ്പണാണ് അവസാനിപ്പിക്കുന്നത്. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വർഷം 1882. അപ്പോൾ ഇത് തുടങ്ങിയതെന്നാണ് 1878 തുടങ്ങി ലിട്ടൺ കൊണ്ടുവന്നത് 1882 ആയപ്പോഴത്തേക്കും റിപ്പൺ പ്രഭു പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് പാർലമെൻറ്റ് റൗലറ്റ് നിയമം പാസ്സാക്കിയ വർഷം എന്നാണ്? 1919. 1919 റൗലറ്റ് ആക്ട് പാസ്സാവുന്നത്. റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധത്തോടെയാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് പ്രവേശിച്ചത്. അപ്പം ഗാന്ധിജിയുടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്കുള്ള വരവ് തന്നെ 1919 റൗലറ്റ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധത്തിലൂടെയാണ്. 1919 മാർച്ച് 18 ഡൽഹിയിലെ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പാസ്സാക്കിയ നിയമനിർമ്മാണ കൗൺസിൽ നിയമമാണ് ഈ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. എന്നാണ് 1919 മാർച്ച് 18 ഡൽഹിയിൽ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പാസ്സാക്കിയ നിയമനിർമ്മാണ കൗൺസിൽ നിയമമാണ് ഈ റൗലറ്റ് ആക്ട്. അരാജകത്വവും വിപ്ലവാത്മകമായ കുറ്റകൃത്യങ്ങളുടെ ഒരു നിയമം. തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന വ്യാജേന ബ്രിട്ടീഷ് പാർലമെൻറ്റ് പൗരാവകാശങ്ങൾ പരിമിതിപ്പെടുത്തി റൗലറ്റ് നിയമം പാസ്സാക്കുകയായിരുന്നു. ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് റൗലറ്റ് നിയമം ചുമത്തിയത് ഈ ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു നിയമം റൗലറ്റ് ആക്ട് എന്നറിയപ്പെടുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, ഗൊറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച വിപ്ലവകാരി ആരാണ്? ആരാണ്? താന്തിയോ തോപ്പിയാണ്. താന്തിയോ തോപ്പി. നാനാ സാഹിബിൻ്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നു താന്തിയോ തോപ്പി. താന്തിയോ തോപ്പിയെ തൂക്കിലേറ്റിയത് 1859 ഏപ്രിൽ 18. കാൺപൂർ കലാപത്തിന് നേതൃത്വം കൊടുത്തത് താന്തിയോ തോപ്പിയും നാനാ സാഹിബും ആയിരുന്നു. 1859 അവിശ്വസികളായ ചിലർ താന്തിയോ തോപ്പിയെ ബ്രിട്ടീഷുകാർക്ക് കൈമാറി. ബ്രിട്ടീഷ് കോടതി അദ്ദേഹത്തിന് മരണശിക്ഷ വിധിച്ചു. 1859 ഏപ്രിൽ 18 ശിവ്പുരിയിലെ, അതായത് മധ്യപ്രദേശിലെ ശിവ്പുരിയിൽ താന്തിയോ തോപ്പിയെ തൂക്കിലേറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഇക്കൂട്ടത്തിൽ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളുടെ സിവിൽ നിയമന ലംഘനത്തിനു നേതൃത്വം നൽകിയത് ആരാണെന്നാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമന ലംഘനത്തിനു നേതൃത്വം നൽകിയത് റാണി ഗേഡിലു. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നമ്മുടെ സിവിൽ നിയമ ലംഘനത്തിനും നേതൃത്വം നൽകിയത് റാണി ഗേഡിലു ആണ്. എന്നാൽ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ബ്രിട്ടീഷുകാർക്കെതിരെ മണിപ്പൂരി നാഗവംശജരെ നയിച്ച സ്വതന്ത്ര സമര സേനാനിയായിരുന്നു റാണി ഗേഡിലു. ഖുദായി ഖിദ്മത്ഗർ, അതായത് ദേവസേവകരുടെ സംഘം അഥവാ ചുവന്ന കുപ്പായക്കാർ എന്ന സംഘടന സ്ഥാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഖുദായി ഖിദ്മത്ഗർ അഥവാ ദേവസേവകരുടെ സംഘം അഥവാ ചുവന്ന കുപ്പായക്കാർ എന്ന സംഘടന സ്ഥാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. തമിഴ്നാട്ടിലെ വേദാരണ്യം കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സി രാജഗോപാലാചാരി. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര്? ഓൾ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ അഥവാ AITUC സ്ഥാപകൻ ആരാണ്? ലാലാ ലജ്പത് റായിയാണ്. ലാലാ ലജ്പത് റായ്. 1920 ഓൾ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപം കൊണ്ടത്. ലാലാ ലജ്പത് റായ്ക്കൊപ്പം NM ജോഷിയും AITUC രൂപീകരിക്കാൻ നേതൃത്വം നൽകി. AITUCയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ദിവാൻ ചമർ ലാലാണ്. ദിവാൻ ചമൻ ലാൽ. 1915 ഹോം റൂൾ പ്രസ്ഥാനം, 1919 റൗലറ്റ് സത്യാഗ്രഹം എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ തൊഴിലാളികൾ ദേശീയ അടിസ്ഥാനത്തിലുള്ള ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്കുവഹിച്ച പത്രങ്ങൾ, സ്ഥാപകർ എന്നിവ ചേരുംപടി ചേർക്കാനാണ്. സമ്പദ് കൗമുദി നമുക്കെല്ലാവർക്കും അറിയാം, രാജാറാം മോഹൻ റോയ്. ബോംബെ ക്രോണിക്കിൾ ഫിറോസ് ഷാ മേത്ത. വന്ദേ മാതരം ദേവേന്ദ്രനാഥ ടാഗോർ. അല്ല, വന്ദേ മാതരം മാഡം ഫിക്കാച്ചി കാമയാണ് വന്ദേ മാതരം എന്ന പത്രം ഇറക്കിയത്. ഇന്ത്യൻ മിറർ എന്ന പത്രം ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യൻ മിറർ എന്ന പത്രം ദേവേന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യൻ മിറർ എന്ന പത്രം ദേവേന്ദ്രനാഥ ടാഗോർ. സമ്പദ് കൗമുദി പത്രം പുറത്തിറക്കിയ വർഷം 1821. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ബോംബെ ക്രോണിക്കിൾ പത്രം പുറത്തിറങ്ങിയ വർഷം 1910. ബോംബെ ക്രോണിക്കിൾ ഫിറോസ് ഷാ മേത്തയാണ്. ഫിറോസ് ഷാ മേത്തയുടെ പത്രമാണ് ബോംബെ ക്രോണിക്കിൾ. ദെൻ ഇന്ത്യൻ മിറർ കൽക്കട്ടയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. അതാരാണ്? ദേവേന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹത്തിൻ്റെ പത്രമാണ് ഇന്ത്യൻ മിറർ. ദെൻ ദേവേന്ദ്രനാഥ ടാഗോർ 1862 ഇംഗ്ലീഷ് പത്രമായ ഇന്ത്യൻ മിറർ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇന്ത്യൻ മിറർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പത്രമാണ്. അടുത്ത, സിവിൽ നിയമന ലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ സന്ധി ഏതാണ്? ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നത്. ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931 മാർച്ച് 5 31 മാർച്ച് 5 ഗാന്ധി ഇർവിൻ ഉടമ്പടി നടക്കുന്നത്. ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും 8 തവണ ചർച്ച നടത്തിയ ശേഷമാണ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. 8 തവണ. അപ്പോൾ എന്നാണ്? 1931 മാർച്ച് 5. നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കുകയും രാഷ്ട്രീയ തടവുകാരെ ഉപാധികളില്ലാതെ വിട്ടയക്കുകയും ഉടമ്പടിയിലെ സുപ്രധാന നിർദ്ദേശങ്ങളായിരുന്നു. അപ്പം ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ അടിസ്ഥാനം എന്തെന്ന് വെച്ചാൽ രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുന്നതിനും
അതുപോലെ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കുകയും. അത് രണ്ടുമായിരുന്നു. ദെൻ ഗാന്ധി ഇർവിൻ ഉടമ്പടി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡൽഹി ഉടമ്പടി. അപ്പോൾ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ മറ്റൊരു പേരെന്താണെന്ന് വെച്ചാൽ അത് ഡൽഹി ഉടമ്പടിയാണ്. 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തെ തുടർന്ന് സിവിൽ നിയമലംഘന സമരം ഗാന്ധിജി പുനരാരംഭിച്ചത് 1932 ജനുവരി 3-നാണ്. അപ്പോൾ 1931 മാർച്ച് 5-ന് ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കും. എന്നാൽ 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തെ തുടർന്ന് 1932 ജനുവരി 3-ന് വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ലേബർ പാർട്ടിയാണ്. ലേബർ പാർട്ടി. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. 1947 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് 1947 ജൂലൈ 4-നാണ്. അപ്പോൾ ഈ ഒരു 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് 1947 ജൂലൈ 4-നാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയത് ജൂലൈ 5. അതേ വർഷം 1947 ജൂലൈ 5-ന് പാസ്സാക്കി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിന് ബ്രിട്ടീഷ് രാജാവിൻ്റെ അംഗീകാരം ലഭിച്ചത് 1947 ജൂലൈ 18-നാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് 1947 ജൂലൈ 4, പാസ്സായത് ജൂലൈ 5. ബ്രിട്ടീഷ് രാജാവിൻ്റെ അംഗീകാരം ലഭിച്ചത് ജൂലൈ 18. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവാണ് ജോർജ് ആറാമൻ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 15-നാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഡൽഹിയിലെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ബഹദൂർ ഷാ സെക്കൻഡാണ്, അതായത് ബഹദൂർ ഷാ രണ്ടാമൻ. അദ്ദേഹത്തെയാണ് പിന്നീട് ആ ഒരു വിപ്ലവത്തിൻ്റെ നേതാവായിട്ടൊക്കെ അവിടുത്തെ ജനങ്ങൾ പിന്നീട് അദ്ദേഹത്തെ വാഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ 6ാമത്തെ ഭരണാധികാരിയായ ഔറംഗസേബിനെ ലോക ജേതാവ് എന്നർത്ഥമുള്ള ആലംഗീർ എന്നാണ് വിളിച്ചിരുന്നത്. ഗ്രേറ്റ് മുഗൾസിലെ ഒരാളായ ഔറംഗസേബിനെ ലോക ജേതാവ് എന്നർത്ഥമുള്ള ആലംഗീർ എന്ന് വിളിച്ചിരുന്നു. മുഹമ്മദ് അസം ഷാ ആലം എന്ന് അറിയപ്പെടുന്ന ബഹദൂർ ഷാ ഇന്ത്യയിലെ 8ാമത്തെ മുഗൾ ചക്രവർത്തിയാണ്. മുഹമ്മദ് അസം ഷാ ആലം എന്നറിയപ്പെട്ട ബഹദൂർ ഷാ ഇന്ത്യയിലെ 8ാമത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു. ഇന്ത്യയിലെ 20ാമത്തേതും അവസാനത്തേതും മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ. അപ്പം ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ 20ാമത്തെയും ഇന്ത്യയിലെ അവസാനത്തെ മുഗൾ ഭരണാധികാരിയുമായിരുന്നു. ബഹദൂർ ഷാ രണ്ടാമൻ പ്രശസ്ത ഉറുദു കവി കൂടിയായിരുന്നു. ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുന്ന അദ്ദേഹം പ്രശസ്ത ഉറുദു കവി കൂടിയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായത് തിരഞ്ഞെടുക്കാനാണ്. ബ്രഹ്മസമാജം 1828 രാജാറാം മോഹൻ റോയ്, രാമകൃഷ്ണ മിഷൻ 1893 സ്വാമി വിവേകാനന്ദൻ, ആര്യസമാജം 1875 സ്വാമി ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം 1868 ജ്യോതിറാവു ഫൂലെ. ഇതിൽ തെറ്റായത് ഏതൊക്കെയെന്ന് വെച്ചാൽ ജ്യോതിറാവു ഫൂലേൻ്റെ പ്രാർത്ഥനാ സമാജവും രാമകൃഷ്ണ മിഷനുമാണ് തെറ്റ്. ഇത് രണ്ടും തെറ്റാണ്. ശരിയായ ജോഡി നമുക്ക് നോക്കാം. ശ്രീ രാമകൃഷ്ണ പരമഹംസരുടെ പ്രധാന ശിഷ്യനായ സ്വാമി വിവേകാനന്ദനാണ് ആധ്യാത്മിക പ്രസ്ഥാനമായ ശ്രീ രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത്. 1897 മെയ് 1-നാണ് രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത്. 1897 മെയ് 1-നാണ് രാമകൃഷ്ണ മിഷൻ. മഹാരാഷ്ട്രയിലെ സാമൂഹിക ജീവിതത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തിയ പരിഷ്കരണ പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ സമാജം. ആത്മനാം പാണ്ഡുരംഗിൻ്റെ നേതൃത്വത്തിൽ 1867 ബോംബെയിലാണ് പ്രാർത്ഥനാ സമാജം. 1867 ബോംബെയിലാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിയുടെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത ദേശീയ പതാകയിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിഹ്നം ഏതാണെന്നാണ്. ചർക്കയാണ്, ചർക്ക.
ഇന്ത്യൻ ജനതയുടെ സ്വയാശ്രയത്വത്തിൻ്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിൻ്റെയും പ്രതീകമാണ് ചർക്ക ദേശീയ പതാകയിൽ ഉപയോഗിച്ചത്. 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ത്രിവർണ്ണ പതാക 1947 സ്വീകരിച്ചത്. രാജ്യാന്തര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യം ഉയർത്തിയത് മാഡം ഫീക്കാച്ചി കാമയാണ് 1907. അടുത്ത ക്വസ്റ്റ്യൻ, ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ്? ജോനാഥൻ ഡങ്കൻ ആണ്. ജോനാഥൻ ഡങ്കൻ. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ജോനാഥൻ ഡങ്കൻ. 1795 ഡിസംബർ 27 മുതൽ 1811 മരിക്കുന്നത് വരെ ബോംബെ ഗവർണറായിരുന്ന ജോനാഥൻ ഡങ്കൻ. ബോംബെയിലെ ഗവർണറായിരുന്നു അദ്ദേഹം. ഹിന്ദു നിയമവും തത്വശാസ്ത്രവും പഠിക്കാനായി 1791 അദ്ദേഹം ബനാറസിൽ സംസ്കൃത കോളേജ് ആരംഭിച്ചു. 1791. 1958 സംസ്കൃത കോളേജ് സർവകലാശാലയായി. 1974 പേര് സമ്പൂർണ്ണാനന്ദ് സംസ്കൃത സർവകലാശാല എന്നാക്കി മാറ്റി. 1872 ജോനാഥൻ ഡങ്കൻ ഇന്ത്യയിൽ ജോലി ആരംഭിച്ചത്. 1888 കോൺവാലിസ് പ്രഭു ബനാറസിൽ സൂപ്രണ്ടായും പ്രസിഡന്റായും നിയമിച്ചു. അവിടെ ശിശുഹത്യാ സമ്പ്രദായം ഇല്ലാതാക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തു. ഇതിന് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരമാണ് ചമ്പാരൻ. അത് തെറ്റാണ്. നിരാഹാര സമരം തുണിമിൽ സമരമാണ്. ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് അഹമ്മദാബാദിൽ. ഇത് രണ്ട് തിരിച്ചു കൊടുത്തേക്കുന്നതാണ്. അതും തെറ്റാണ്. അതല്ല, ചമ്പാരനാണ് ആദ്യത്തെ സത്യാഗ്രഹം. ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ ജനകീയ സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. അത് ശരിയാണ്. ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിയുടെ ആദ്യ സത്യാഗ്രഹം ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ ഉള്ളതായിരുന്നു. ഇത് ശരിയാണോ തെറ്റാണോ നോക്കാം. ഒന്നാമത്തെ ഓപ്ഷനിൽ 3 ഇല്ല. അപ്പം ഇതിൽ 2 സി ആണ് ആൻസർ. സി. 3ഉം 4ഉം ശരിയാണ്. ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിയുടെ ആദ്യ സത്യാഗ്രഹം ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ ഉള്ളതായിരുന്നു. അത് രണ്ടും ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. കാരണം ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം, 1917 ചമ്പാരൻ. രണ്ടാമത്തെ പ്രസ്താവനയും തെറ്റാണ്. കാരണം ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരമാണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം, 1918. ചമ്പാരനിലെ നിലം കർഷകരുടെ പ്രശ്നം ഇടപെട്ട ഗാന്ധിജി നിയമലംഘനവും സഹന സമരം പോലുള്ള സമരരീതികളാണ് സ്വീകരിച്ചത്. സത്യാഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ആദ്യകാല സമരങ്ങൾ ഗാന്ധിജിയെ ജനസമൂഹത്തിൻ്റെ നേതാവാക്കി. വയറു നിറയെ ആഹാരമില്ലാതെ വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യാവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്ത് ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. ആരുടെ വാക്കുകളാണിത്? ജർഗൻ കുസ്യാസ്കിയുടെ വാക്കുകളാണിത്. ബ്രിട്ടീഷ് ആധിപത്യ കാലത്തെ തൊഴിലാളി ജീവിതത്തെക്കുറിച്ച് ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായ ജർഗൻ കുസ്യാസ്കി പറഞ്ഞ വാക്കുകളാണിത്. 19ാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചത്. ഇത്തരം വ്യവസായങ്ങളിലെ തൊഴിലാളികൾ ചൂഷണത്തിനിരയായിരുന്നു. അക്കാലത്ത് ഇന്ത്യയിൽ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇല്ലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സ്വാഭിമാന പ്രസ്ഥാനം അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് മൂവ്മെൻ്റ് ആണ് EV രാമസ്വാമി നായ്ക്കറാണ്. യുക്തിവാദിയായിരുന്ന രാമസ്വാമി നായ്ക്കർ വിദ്യാഭ്യാസാനന്തരം സാമൂഹ്യ പ്രവർത്തനാകുകയായിരുന്നു. പെരിയോർ എന്ന വിളിപ്പേരുള്ള അദ്ദേഹം ദ്രാവിഡ കഴകം രൂപവൽക്കരിക്കുന്നതിൽ CN അണ്ണാദുരൈയോടൊപ്പം മുൻനിരയിൽ നിന്നു. ജാതിക്കെതിരായും ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെയുമുള്ള പെരിയോരുടെ പ്രചരണങ്ങളും സിദ്ധാന്തങ്ങളും തമിഴ് ജനതയെ ആഴത്തിൽ സ്വാധീനിച്ചു. ഹിന്ദി ഭാഷയ്ക്കെതിരായും ഉത്തരേന്ത്യയിൽ മേധാവിത്വത്തിനെതിരായും അദ്ദേഹം ഒട്ടേറെ സമരങ്ങൾ സംഘടിപ്പിച്ചു. അപ്പോൾ പെരിയോർ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രത്യേക രാജ്യം,
ദെൻ പഞ്ചാബ്, ബംഗാൾ എന്നിവയുടെ വിഭജനം, ദെൻ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാന പാകിസ്ഥാൻ ചേർക്കണമോ വേണ്ടയോ എന്ന ഹിതപരിശോധന. ഇവയെല്ലാം മൗണ്ട്ബാറ്റൻ പദ്ധതിയുടെ നിർദ്ദേശങ്ങളാണ് ഇത് മൂന്നും. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കാൻ അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുക എന്നത് മൗണ്ട്ബാറ്റൻ പദ്ധതിയുടെ മറ്റൊരു നിർദ്ദേശമാണ്. കോൺഗ്രസും അഖിലേന്ത്യാ ലീഗും ഈ പദ്ധതി അംഗീകരിച്ചു. എന്നാൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ പോലുള്ള ദേശീയവാദികൾ എതിർത്തു. 1947 ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വതന്ത്ര നിയമം പാസാക്കി. തുടർന്ന് ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 2 സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ബോംബെ സംസ്ഥാനത്തിൽ അഖിലേന്ത്യാ കിസാൻ സമിതി രൂപം നൽകിയ കിസാൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കർഷകരുടെ ആവശ്യങ്ങൾ ഇവയിൽ ഏതൊക്കെയാണ്? ബോംബെ സമ്മേളനത്തിൽ അഖിലേന്ത്യാ കിസാൻ സമിതി രൂപം നൽകിയ കിസാൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയ കർഷകരുടെ ആവശ്യങ്ങൾ ഏതൊക്കെയാണ്? ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക, കടങ്ങൾ മരവിപ്പിക്കുക. ഇത് രണ്ടും ഇതിൽപ്പെടും. കിസാൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റ് ആവശ്യങ്ങൾ: ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക, കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം നൽകുക, കർഷക യൂണിയനുകളെ അംഗീകരിക്കുക. ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻ വെച്ച് ഞാൻ നിർത്തുകയാണ്. സെക്കൻഡ് പാർട്ടായിട്ട് ബാക്കി ക്വസ്റ്റ്യനും എക്സ്പ്ലനേഷനും ഇടാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക.